ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമ്മളൊരു വ്യക്തിനെ വിവാഹം കഴിക്കുകയാണ്, അവരോട് നമ്മൾ പറയാണ്, ചേട്ടാ ഇനി എത്ര കാലമായിരുന്നാലും എനിക്ക് നിങ്ങളെ തന്നെ ഭർത്താവായി മതിയെന്ന് തുടക്ക കാലഘട്ടങ്ങളിൽ നമ്മളങ്ങ് പറയും. ലൈഫിനെ കുറിച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്നുള്ളത് യൂണിവേഴ്സിനോട് ചോദിക്കാൻ പാടില്ല. കാരണം നമുക്കത് മനസ്സിലാകുന്നത് വരെയും അതേ സന്ദർഭത്തിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും നടക്കും. ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന സിദ്ധിയുള്ള ഒരുപാട് പേരുണ്ട്. ഒരു വ്യക്തിക്ക് ഫ്യൂച്ചറിനെ ചേഞ്ച് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഉള്ള ശക്തിയുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പ്രെഡിക്ഷൻ അനുസരിച്ച് മാത്രമേ നമ്മൾ എത്തിപ്പെടുള്ളൂ. ഈ കൺട്രോളിങ് ഫാക്ടർ ഇല്ലാതാകുമ്പോൾ തന്നെ ജീവിതത്തിൽ എന്തുമാത്രം എക്സ്പാൻഷൻ സംഭവിക്കുമെന്നറിയോ? ലെറ്റ്സ് സേ നമ്മുടെ സമൂഹത്തിൽ കാണാം, പാരൻസ് മക്കളെ കൺട്രോൾ ചെയ്യുന്നു, മക്കൾ ആക്ച്വലി പാരൻസിനെ കൺട്രോൾ ചെയ്യുന്നു, ഹസ്ബൻഡ് വൈഫിനെ കൺട്രോൾ ചെയ്യുന്നു, വൈഫ് ഹസ്ബൻഡിനെ കൺട്രോൾ ചെയ്യുന്നു. ചില അനുഭവങ്ങളൊക്കെ വരാറുണ്ട്. വീട്ടിനകത്ത് ആഹാരം കഴിക്കാൻ പോലും, ഇഷ്ടപ്പെടുന്ന ആഹാരം കഴിക്കാൻ പോലും അനുവാദമില്ലാത്തവരുണ്ട്. ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ കാണാൻ പോലും അനുവാദമില്ലാത്തവരുണ്ട്. ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്ന് ഡ്രസ്സപ്പ് ചെയ്യാൻ അനുവാദമില്ലാത്തവരുണ്ട്. ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ അനുവാദമില്ലാത്ത, ഇതെല്ലാം കൺട്രോളിങ് ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ കൺട്രോളിങ് ഫാക്ടേഴ്സ് എല്ലാം, അത്തരത്തിലുള്ള എനർജീസിനെല്ലാം മാറ്റുക എന്നുള്ളതാണ് ആക്സസിൻ്റെ ഒരു തത്വം. അപ്പം അതിനകത്ത് നമ്മൾ തന്നെ ഗുരുവായിരുന്നിട്ട് എല്ലാവരെയും കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് വർക്ക്. അതുകൊണ്ടാണ് ഒരു കൺട്രോളിങ് ഇല്ലാത്തത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ വീട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭർത്താക്കന്മാരായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ അവരായിരിക്കും കൂടുതലും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് അവരിൽ മാറ്റം ഉണ്ടാക്കുന്നത്? ഇപ്പോൾ സപ്പോസ് ഒരു ഭാര്യ ഇത് പഠിക്കുന്നു, ഭർത്താവ് ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതെങ്ങനെ ഇതിനെ മാനേജ് ചെയ്യും? അവിടെയാണ് നമ്മൾ ഈ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനൊക്കെ റെലവൻസ് ഉള്ളത്. ഇപ്പോൾ ലൈക്ക് നല്ല ബന്ധങ്ങളാണെങ്കിൽ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ 5 elements ഓഫ് ഇൻറ്റിമസി എന്ന് പറഞ്ഞിട്ടൊരു 5 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അത് നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. ഈ 5 elements ഓഫ് ഇൻറ്റിമസി ഉണ്ടെങ്കിലാണ് ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നന്നാവുക. വിവാഹം കഴിച്ചത് കൊണ്ട് മാത്രം രണ്ടുപേർ ആക്ച്വലി ഹസ്ബൻഡ് വൈഫ് ആകുന്നില്ല. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും അതോടൊപ്പം തന്നെ പരസ്പരം തല്ലുകൂടുകയും നിരന്തരം ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുന്നവരൊരിക്കലും അതൊരു ലൈക്ക് കോൺട്രിബ്യൂഷനുള്ളൊരു ലൈഫല്ല. അപ്പം അതിൽ നിന്ന് പലരും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, അത് ഹസ്ബൻഡാവട്ടെ വൈഫാവട്ടെ, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഗിൽറ്റിലാണ് പലരും ജീവിക്കുന്നത്. ആ ഗിൽറ്റ് ഫാക്ടർ മാറ്റാനൊക്കെ നമ്മൾ ആക്സസിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നല്ല ബന്ധം സൃഷ്ടിക്കാനായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ 5 elements ഓഫ് ഇൻറ്റിമസി ഉണ്ടാകാൻ എന്താ സാധ്യത എന്ന് ചോദിക്കുമ്പോൾ തന്നെ മേ ബി 5 elements ഓഫ് ഇൻറ്റിമസി എന്താണെന്ന് നമുക്കറിയില്ലെങ്കിൽ പോലും യൂണിവേഴ്സിന് അറിയാമല്ലോ എന്താ നമ്മൾ പറയുന്നതെന്ന്. യൂണിവേഴ്സ് അത്തരത്തിലുള്ള ചേരുവകകൾ എന്ന് പറയുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള എനർജീസ് നമ്മുടെ ലൈഫിൽ ആക്ച്വലി കൊണ്ട് നിറയ്ക്കുകയും കുടുംബ ബന്ധങ്ങൾ ബെറ്റർ ആവുകയൊക്കെ ചെയ്യാറുണ്ട്. ഈ 5 elements ഏതൊക്കെയാണെന്ന് പറയാൻ കഴിയും? അത് ശരിക്കും ക്ലാസിൻ്റെ കണ്ടൻ്റാണ്. ട്രസ്റ്റ്, ഓണർ, ഗ്രാറ്റിറ്റ്യൂഡ്, അലോവൻസ്, വൾണറബിലിറ്റി, 5 കാര്യങ്ങളാണ് 5 elements. ഈ 5 കാര്യങ്ങളുണ്ടെങ്കിലാണ് ഒരു ബന്ധം, 2 ബന്ധം മീൻസ് ഒരു ഹസ്ബൻഡും വൈഫും തമ്മിൽ നല്ല ബന്ധത്തിൽ പോകാൻ പറ്റുക. ഇത് 5ഉം ഇല്ല എങ്കിൽ മേ ബി ആ ലൈഫ് തന്നെ വളരെ ശിഥിലമായി പ്രയാസപ്പെട്ടു പോകാറുണ്ട്. പലപ്പോഴും നമ്മൾ വിവാഹത്തിനൊരു ഫാക്ടറായിട്ട് കാണുന്നത് അവരുടെ ജോലി എന്ത്, ഓർ അവരുടെ ലൈക്ക് എന്താ എത്ര സ്വത്തുക്കളുണ്ട്, ഇതൊക്കെയാണ് പലപ്പോഴും സ്വഭാവമൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. വളരെ റെയറായിട്ടാണ് ഇപ്പോൾ സ്വഭാവം നോക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുന്നത്. പക്ഷേ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങുമ്പോൾ പലരുടെയും സ്വപ്നങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഒരാൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുണ്ടാകാം, മറ്റൊരാൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലായിരിക്കാം. ഒരു എൻ്റയർ ലൈഫിൽ ആക്ച്വലി രണ്ടുപേരും വിങ്ങിപ്പൊട്ടിയായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ രണ്ടുപേർക്കും കോൺഗ്രുവൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും, ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ അതെങ്ങനെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതൊക്കെ പഠിപ്പിക്കും. പിന്നെ മറ്റൊന്ന്, പല പാരൻസ് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മക്കൾക്ക് പ്രണയമുണ്ടാകുമ്പോഴൊരു, നമ്മൾ ആക്ച്വലി ഒരു പ്രണയം ഉണ്ടാകുന്ന സമയത്ത് ആ വ്യക്തിയുടെ നല്ല സ്വഭാവം മാത്രമായിരിക്കും തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ അത് മാത്രമായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ മറ്റു വശങ്ങളൊന്നും കാണാൻ നമുക്ക് സാധിക്കില്ല.
എന്നാൽ ആക്സസിനകത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ റിയാലിറ്റി കാണാൻ തുടങ്ങും. അപ്പോൾ പാരൻസിന് ആക്ച്വലി ആ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. മക്കൾ അറിയാതെ പോലും ആ സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ മുന്നിൽ ഇങ്ങനെ എഴുതി ഞാൻ പറഞ്ഞു കൊടുക്കും. നിങ്ങളത് ആക്ച്വലി ഒരു ഫ്രെയിംഡ് ഫോട്ടോയിൽ അവരുടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരുന്നാൽ മതി. അവർ കുറേ സമയം അതിങ്ങനെ വായിച്ച് വരുമ്പോൾ തന്നെ അവർ പോലും അറിയാതെ അവർക്ക് ആ വ്യക്തിയെ, പ്രണയിക്കുന്ന വ്യക്തിയുടെ യാഥാർത്ഥ്യം കാണാനായിട്ട് സാധിക്കും. റിയാലിറ്റി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചോയ്സാണ്, അവർക്കത് വിവാഹം കഴിക്കണോ വിവാഹം കഴിക്കരുത് എന്നുള്ളത്. സോ പിന്നെ നമ്മൾ അതിനകത്ത് കൂടുതൽ അറിഞ്ഞിട്ടും ലൈക്ക് അവരതിനകത്തോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദിയർ ചോയ്സ്. ഇപ്പോൾ ചിലതൊക്കെ പറയത്തില്ല യൂണിവേഴ്സ് കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളത് യൂണിവേഴ്സിന് എതിരായിട്ടല്ലേ പ്രവർത്തിക്കുന്നത്? യൂണിവേഴ്സ് കണക്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പല ജന്മങ്ങളിലൂടെ കടന്നു വരുന്നവരാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമ്മളൊരു വ്യക്തിനെ വിവാഹം കഴിക്കുകയാണ്, അവരോട് നമ്മൾ പറയാണ് ചേട്ടാ ഇനി എത്ര കാലമായിരുന്നാലും എനിക്ക് നിങ്ങളെ തന്നെ ഭർത്താവായി മതിയെന്ന് തുടക്ക കാലഘട്ടങ്ങളിൽ നമ്മളങ്ങ് പറയും. കാലക്രമേണ ആയിരിക്കും കുടുംബത്തിൽ ഒരുപാട് വിള്ളലുകളും പ്രയാസങ്ങളും അല്ലെങ്കിൽ ഇനി ലൈക്ക് പൊരുത്തക്കേടുകൾ ഉണ്ടാവുന്നത്. പക്ഷെ എപ്പോഴൊക്കെയോ എടുത്തു പോയ ഡിസിഷൻസ് അവിടെ കിടപ്പുണ്ട്. എത്ര ജന്മം കഴിഞ്ഞാലും നിങ്ങളെ വിവാഹം കഴിച്ചാൽ മതി എന്നുള്ളൊരു ഡിസിഷൻ. കാലങ്ങൾ കഴിഞ്ഞാലും അടുത്തടുത്ത ജന്മങ്ങളിലോട്ട് നമ്മൾ കടന്നു വരുമ്പോഴും ഇതേ വ്യക്തി തന്നെ പല രൂപത്തിലും വരും. റൈറ്റ്? അതാണ് ഡെസ്റ്റിനി ആയിട്ട് നമ്മളിലോട്ട് എത്തിപ്പെടുന്നത്. പലതും ആക്ച്വലി ഡെസ്റ്റിനി അല്ല, ഇതൊരു ഫ്രീ വിൽ യൂണിവേഴ്സാണ്. ഈ ഫ്രീ വിൽ യൂണിവേഴ്സിൽ ആക്ച്വലി നമ്മളെപ്പോഴൊക്കെയോ എടുത്തു പോയ തീരുമാനങ്ങൾ പ്രകാരമാണ് നമ്മുടെ ജീവിതം സംഭവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക എന്ന് പറയുന്നത്, ആ ഒരു തിരിച്ചറിവിലോട്ട് എത്തുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. യൂണിവേഴ്സിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. ചിലത് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഫ്രീ വിൽ യൂണിവേഴ്സിലാണ് നമ്മളുള്ളത്. നമുക്ക് എന്തും സ്വീകരിക്കാം. നമ്മുടെ ഇഷ്ടപ്രകാരമാണ് പലതും നടക്കുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തിലെ ഇഷ്ടമല്ല, ഇപ്പോഴുള്ള ഇഷ്ടം അനുസരിച്ചിട്ടല്ല നടക്കുന്നത്. എപ്പോഴൊക്കെയോ നമ്മൾ ഇഷ്ടപ്പെട്ടു പോയ, ചിന്തിച്ചു പോയ, പ്രയാസപ്പെട്ടു പോയി. ഇപ്പോൾ നമ്മൾ സങ്കടപ്പെടുകയാണെങ്കിൽ പോലും ആ സങ്കടങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും. യൂണിവേഴ്സിനോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. യൂണിവേഴ്സിനോട് ചോദിക്കാൻ പാടില്ല. കാരണം നമുക്കത് മനസ്സിലാകുന്നത് വരെയും അതേ സന്ദർഭത്തിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും നടക്കും. കാരണം നമുക്കത് മനസ്സിലാക്കി തരണം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു. അപ്പോൾ നമ്മൾ ചോദിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അപ്പോൾ നമുക്കത് പറഞ്ഞു തരണ്ടേ. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അതേ അനുഭവത്തിലൂടെ പല വ്യക്തികൾ ഡിഫറെൻ്റ് ആയിരിക്കാം. പല അവസരങ്ങളിലും നമ്മൾ വീണ്ടും വീണ്ടും അതേ അനുഭവങ്ങളിലൂടെ ഒരു ലൂപ്പ് പോലെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ട്, ഇത് ചോദിക്കാനേ പാടില്ലാത്തൊരു ചോദ്യമാണ് യൂണിവേഴ്സിനോട്. പകരം അത് ഇങ്ങനൊരു ലൂപ്പിലാണ് ഞാൻ ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആക്സസിനകത്തൊരു 4 അമേസിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമുക്ക് ആക്ച്വലി ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പലരുടെയും ലൈഫിൽ ആക്ച്വലി ഒരു പാറ്റേൺ പോലെ ഒരേ സാഹചര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ലെറ്റ്സ് സേ ഒരു ബിസിനസ് തകർന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്തൊരു ബിസിനസ്സിലോട്ട് പോകുമ്പോൾ അതും തകർച്ചയിലോട്ട് ഇങ്ങനെ ഒരേ പാറ്റേൺ പോലെ സംഭവിക്കുന്നുണ്ട്. ഒരു മാഡം പറഞ്ഞൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് അവർക്കൊരു ഹോസ്പിറ്റൽ കേസ് വരും, അവർ ഹോസ്പിറ്റലിലാവും. അതൊരു പാറ്റേൺ ആണ്. ചിലർക്ക് ആക്ച്വലി ഫാമിലിയിൽ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യുക, അതൊരു പാറ്റേൺ ആയിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്. ചിലരുടെ കുടുംബങ്ങളുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഡിവേഴ്സ് ആവുക, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ വേർപിരിഞ്ഞ് പോവുക. ഇത് ആക്ച്വലി ഒരു പാറ്റേൺ ആയിട്ട് നടക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫിലെ പാറ്റേൺസ് ആണ്. ഇതൊക്കെ ഷിഫ്റ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനുമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇത് നമ്മൾ ആക്ച്വലി ഒരു ദിവസം ഉപയോഗിക്കേണ്ടതല്ല, പല തവണ നമ്മൾ യൂസ് ചെയ്ത് അത് കൃത്യമായിട്ട്, കാരണം നമ്മൾ തന്നെ യൂസ് ചെയ്യണം. ഒരു വ്യക്തി ഇരുന്ന് നമുക്ക് വേണ്ടിയിട്ട് നിരന്തരം യൂസ് ചെയ്ത് തരുന്നൊരു കാര്യമല്ല. നമ്മൾ എങ്ങനെയാണ് യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ തന്നെ യൂസ് ചെയ്ത് നമ്മൾ തന്നെ അതിൽ നിന്ന് ഷിഫ്റ്റായി പുറത്തിറങ്ങേണ്ടതാണ്. ആക്സസ് കോൺഷ്യസ്നെസ്സിൽ പല ടൂൾസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി എങ്ങനെയാണ് യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങളും ബോധ്യങ്ങളും ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ പല ഫാമിലീസിലും പാരൻസിന് സംഭവിക്കുന്ന അതേ പ്രയാസങ്ങൾ മക്കളിലോട്ട് കടന്നു വരുന്നത് കാണാൻ പറ്റും. അതൊരു DNA കോഡിങ് വഴി വരുന്നതാണ്. അപ്പം അതെങ്ങനെ നമുക്ക് പുറത്തെടുത്ത് കളയാം? ലൈക്ക് അതെങ്ങനെ ആ കോശങ്ങളിൽ പോലും ഓർമ്മയിരിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് എങ്ങനെ എടുത്ത് കളയാം?
ഇതൊക്കെ ക്ലാസ്സുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ആക്സസ് ഫേസ് ലിഫ്റ്റ് ക്ലാസ്സുകളിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ ഏത് തലത്തിലുള്ള സിറ്റുവേഷനും എനർജറ്റിക്കലി പ്രയാസമുള്ള അവസ്ഥയിൽ നിന്ന് മാറാനായിട്ട് സഹായിക്കുന്ന പ്രോസസ്സുകളാണ് ആക്സസിനകത്തുള്ളതൊക്കെ. പക്ഷെ ഇതിന് മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പലരും ഇതിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചർ നോക്കുമ്പോഴായിരിക്കും ഇത്രയും ഫീസ് കൊടുത്ത് ഞാൻ എന്തിന് പഠിക്കണം, അതിലും നല്ലത് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുന്നതല്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ കാണില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ നടക്കട്ടെ, അതൊരാളുടെ ചോയ്സ് അല്ലേ. ഇപ്പോൾ ലെറ്റ്സ് ഇത് ഇത് എൻ്റെ ഫീസ് സ്ട്രക്ചർ അല്ലല്ലോ, ഇപ്പം ഞാൻ ഡെവലപ്പ് ചെയ്തൊരു ക്ലാസ് ആണെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എനിക്ക് ഫീസ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ പറ്റും. എന്നാൽ ഇത് ആക്ച്വലി ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ്റെതാണ്. അവർ ഈ വേൾഡ് വൈഡ് നടത്തുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ അവർ കണ്ടെത്തിയ ഒരു കാര്യത്തിന് അവർ നിശ്ചയിക്കുന്ന ഒരു ഫീസ് ഉണ്ട്. അപ്പം അതാണ് ആക്ച്വലി നമ്മൾ പേ ചെയ്യേണ്ടത് പഠിക്കാനായിട്ട്. അതൊരു യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അത്രയും അതിനെ സീരിയസ് ആയിട്ട് കണ്ട് പഠിക്കാൻ വരുന്നവർ പഠിച്ചോട്ടെ. അതുകൊണ്ടാണ് കുറച്ച് ഉയർന്ന ഇതിൽ വെച്ചേക്കുന്ന ഫീസ് തന്നെ. പിന്നെ ഇതിനകത്ത് പഠിക്കാൻ വരുന്നത് അങ്ങനെ തീരെ കഷ്ടപ്പെടുന്നവരൊന്നും അങ്ങനെ വരാറില്ല പൊതുവെ പഠിക്കാനായിട്ട്. തീർച്ചയായിട്ടും എന്താണോ ലൈഫിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെയാണ് വരുന്നത്. ഇതാണ് എൻ്റെ അനുഭവം. ലൈഫിനെ കുറിച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അങ്ങനെ നമുക്കൊരു പുസ്തകത്തിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയും, അത് പിന്നെ നമ്മൾ അനുഭവത്തിൽ റിയലൈസ് ചെയ്യാൻ തുടങ്ങും. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെയും യൂസ് ചെയ്ത് നമ്മൾ പലതും അൺകവർ ചെയ്യും. ഈ പ്രോസസ്സുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അപ്പോൾ നമുക്ക് പലതും തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, പറഞ്ഞതൊക്കെ ശരിയാണല്ലോ എന്നൊക്കെ നമുക്ക് ആക്ച്വലി റിയലൈസ്. ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുമോ? പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന സിദ്ധിയുള്ള ഒരുപാട് പേരുണ്ട്. എനിക്കില്ല. കാരണം ഒരു പ്രെഡിക്റ്റബിൾ ഫ്യൂച്ചറിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്കെപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ജീവിക്കണം. അങ്ങനെയൊക്കെ ഇപ്പോൾ പ്രെഡിക്റ്റബിൾ ഫ്യൂച്ചർ, ഓക്കെ ഈ ജന്മം ഈ ജോലി ഇത്ര കാലത്ത് മരിക്കുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടാവാം. പക്ഷെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനും പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആക്സസ് കോൺഷ്യസ്നസ്സിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാവുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു വ്യക്തിക്ക് ഫ്യൂച്ചറിനെ ചേഞ്ച് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഉള്ള ശക്തിയുണ്ട്. റൈറ്റ്? അപ്പം നമ്മൾ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പ്രെഡിക്ഷൻ അനുസരിച്ച് മാത്രമേ നമ്മൾ എത്തിപ്പെടുള്ളൂ. ഒരു അനുഭവം പറയാം. ഒരിക്കലും ഒരു ദിവസത്തെ ക്ലാസ്സിനകത്ത് 6 മണിക്കാണെന്ന് ക്ലാസ് തീരുന്നത്. പക്ഷേ അന്നത്തെ ദിവസം കുറച്ചും കൂടെ നേരത്തെ ഒരു 5:30 ആയപ്പോഴത്തേക്കും ക്ലാസ്സിൻ്റെ എല്ലാ കണ്ടൻറ്റും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്രോസസ്സൊക്കെ കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു. എന്നാൽ ക്ലാസ്സിൽ വന്നവരെല്ലാം ഫ്രീസ് ആയതുപോലെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ദേ ആർ നോട്ട് ചേഞ്ചിങ്. ഞാൻ പറഞ്ഞു ക്ലാസ് കഴിഞ്ഞു, എന്നിട്ടും എല്ലാവരും ഫ്രീസായി അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ദേ ആർ നോട്ട് ചെയറിൽ നിന്നൊരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇതുവരെയുള്ള ആക്സസ് ജേണിയിലുള്ള എൻ്റെ അനുഭവങ്ങൾ, അതിന് മുൻപുള്ള ജീവിതം, കുറേ എക്സാമ്പിൾസൊക്കെ പറഞ്ഞ് കറക്റ്റ് 6 മണിയായപ്പോൾ അവരെല്ലാവരും ഒന്ന് ഉഷാറായി. ഇത് ആക്ച്വലി ഡിസ്റ്റൈൻഡ് ആയിട്ട്, ഓക്കെ 6 മണി വരെ ക്ലാസ് ഉണ്ട് എന്ന് പ്രീ ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം അതുവരെ അതുവരെ ആക്ച്വലി ആ ഒരു പ്രഡിക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ച ആ പ്രഡിക്ഷനിൽ നിന്ന് മൂവ് ആവാൻ നമ്മൾ തയ്യാറാവില്ല. നമ്മൾ അവിടെ എത്തും. അതുകൊണ്ടാണ് പലപ്പോഴും പ്രഡിക്ഷൻസ് നമുക്ക് ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. ഈ ഒരു എക്സാമ്പിളല്ല. ഇപ്പോൾ പലരും പറയാറുണ്ട്, മാം ചില സ്ഥലത്ത് പോകുമ്പോൾ അവർ പറഞ്ഞു, നിനക്കിനി ജീവിതത്തിൽ നന്നാവാൻ കഴിയില്ല, നീ പഴയ ജന്മത്തിൽ കുറേ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ ജന്മത്തിൽ നിൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കും, ഇതുകൊണ്ട് നീ ഇങ്ങനെ ലിമിറ്റഡ് ആയിട്ട് ജീവിച്ചാൽ മതി, എവിടെയെങ്കിലും ചായക്കടയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ജീവിച്ചാൽ മതി എന്നുള്ള തലത്തിലൊക്കെ പ്രഡിക്ഷൻസ് കേട്ടിട്ട് വന്ന് വളരെ വിഷമത്തോടെ വരുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. ആ പ്രഡിക്ഷൻസിനെ നമ്മൾ അൺക്രിയേറ്റ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അവർ കേട്ട കേൾവിനെ, അവരിലുണ്ടായിരുന്ന വിശ്വാസം, അതെല്ലാം എടുത്ത് മാറ്റുമ്പോഴത്തേക്കും പിന്നെ അവർ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എക്സൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് പോയവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി പ്രഡിക്ഷൻസ് പലപ്പോഴും നമ്മളെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ളതുണ്ട്. കാരണം നമ്മൾ അത്രയും ഒരുപാട് ശക്തിയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ കേൾക്കുന്ന ഒരാൾ പറയുകയാണ് നീ ഇനി ജീവിതത്തിൽ നന്നാവില്ല എന്ന് കേൾക്കുമ്പോൾ 2 തലത്തിലെടുക്കുന്ന മനുഷ്യരുണ്ട്.
അതിനെ ഒരു റിവെഞ്ചായിട്ട് എടുത്ത് ഉയരുന്ന മനുഷ്യരുണ്ട്. എന്നാൽ അയ്യോ അദ്ദേഹം പറഞ്ഞതാണോ, അയ്യോ ഇവർ പറഞ്ഞതാണ്, ഈ മാഡം പറഞ്ഞതാണ്, അതുകൊണ്ട് എൻ്റെ ജീവിതം ഇത്രയും ചെറുതായിരിക്കുമെന്ന് സങ്കല്പിച്ച് ചെറുതായി പോകുന്നവരുണ്ട്. ഈ ചെറുതായി പോകുന്നവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആക്സസിൻ്റെ ക്ലാസ്സുകൾ ആക്ച്വലി സഹായിക്കും. വലുതായി പോകുന്നവർ ആക്ച്വലി നോർമലി ദേ ഹാവ് ദർ പവർ, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ മാമിൻ്റെ ലൈഫിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സ്റ്റോറീസ്? എൻ്റെ ലൈഫിലല്ല സർ, എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്ന, ഫൗണ്ടേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്ന ഒരു മാം അവർ പങ്കുവച്ച ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, അവരുടെ സഹോദരൻ മരണപ്പെട്ടുപോയി. അപ്പോൾ അവരെക്കുറിച്ച്, മരണപ്പെട്ടു പോയ സഹോദരനെ കുറിച്ച് ഒരു പാട്ടിൽ അവരിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. എപ്പോഴും ഈ കളി വീടുറങ്ങിയല്ലോ ആ പാട്ടിങ്ങനെ പാടുകയും എല്ലാ ഓർമ്മകളും, അനിയനെ കുറിച്ചിട്ടുള്ള എല്ലാ ഓർമ്മകളും ആ പാട്ടിലിങ്ങനെ ഹാർഡ്വെയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, റൈറ്റ്? ഹാർഡ് വയറിങ് എന്നാണ് അത് ആക്സസിലൊരു ടെർമിനോളജിയാണ്. അപ്പോൾ എപ്പോഴും ഇതന്നെ ഇങ്ങനെ പാടി ആ പ്രയാസങ്ങളെ തന്നെ വീണ്ടും ഓർത്തോർത്തോർത്ത് നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു മാഡത്തിന്. ശരിക്കും അത് നമ്മൾ ആ ക്ലാസ്സിൽ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് തിരിച്ചറിഞ്ഞ് ആ പാട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സോളിൻ്റെ ബീയിങ്ങിനെ നമ്മൾ റിലീസ് ചെയ്തു. ആ മാഡത്തിന് ആ പാട്ടിലുള്ള ആ ഓർമ്മകളെയും റിലീസ് ചെയ്തതിന് ശേഷം പിന്നീട് ആ മാഡത്തിന് ആക്ച്വലി ആ പാട്ട് പാടുമ്പോൾ യാതൊരുവിധ ഇമോഷൻസോ അനിയനെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളോ വരാത്ത തലത്തിൽ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പല സങ്കടങ്ങളെയും ഒരു പാട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒക്കെ നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ബോഡിയിൽ, ശരീരത്തിൽ ലോക്ക് ചെയ്ത് വെക്കാറുണ്ട്, ശരീരത്തിൻ്റെ പല ഭാഗത്ത് ലോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഒരിക്കലും ആ പ്രയാസങ്ങൾ നമ്മളെ ഓർമ്മിക്കാത്ത തലത്തിലോട്ട്, അല്ലെങ്കിൽ ഓർത്താൽ തന്നെയും നമുക്ക് വിഷമം വരാത്ത തലത്തിലോട്ട് നമ്മൾ ഉയരും. മീൻസ് മനുഷ്യർക്ക് പ്രയാസങ്ങളുണ്ടാവും, എന്നാൽ ആ പ്രയാസങ്ങളെ നമുക്ക് ലിഫ്റ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആക്സസിൻ്റെ ഇതുപോലെ പല പ്രോസസ്സുകളും മനുഷ്യ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവർക്കൊക്കെ സഹായകരമാണ്. ആക്സസ് പഠിക്കുന്നത് ഈ പ്രോസസ്സുകൾ വളരെ സഹായമാണ്.